മാമാജി പറഞ്ഞൊക്കെ കേട്ടല്ലോ. ആളൊരു ഭയങ്കരനാ. ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാ അതുപോലെ നടന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ മാമാജി പറഞ്ഞപ്പോ എതിർക്കാൻ നിൽക്കാതെ ഞാൻ കൂട്ടുന്നത്. എനിക്കിതിൽ വിഷമമില്ലെന്നാണോ? നല്ല വിഷമമുണ്ട്. കൈയെടുക്കടാ, തൊട്ടു പോവരുതെന്നെ. നിന്റെ മാമാജി പറയുന്ന ആരുടെ മുന്നിലും എന്ത് കോലം കെട്ടാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ ജന്മം നിന്നെ കൊണ്ട് മാത്രം എന്റെ ഈ ശരീരത്തെ ഞാൻ തുടിപ്പിക്കില്ല. കടക്കട പുറത്തെ, കടക്കാൻ. എങ്ങനുണ്ടായിരുന്നു ഏട്ടത്തിയമ്മേ സൂര്യഗിരിയിലെ ഹണിമൂൺ? എന്ത് നല്ല സ്ഥലം അത്. മഞ്ചാടി മരങ്ങളും മരം കൊത്തി കിളികളും വെള്ളച്ചാട്ടവും. ഹരി പോയിട്ടുണ്ടോ അവിടെ? പിന്നെ എത്ര തവണ? എന്തിനാ? ഹണിമൂൺ ആഘോഷിക്കാനാ? ഓ, ഈ സുകന്യച്ചിയുടെ ഒരു കാര്യം. ആ സുകന്യച്ചി, ചേച്ചിയുടെ അച്ഛനും അനിയത്തിമാര് വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഈ ലോകത്തൊന്നേ ഉള്ളൂ. മണിപ്പാലുണ്ട്, വെല്ലൂരുണ്ട്, ആലപ്പുഴയുണ്ട്. പക്ഷെ ജന്മം ചെയ്ത സുകന്യ മോള് സമ്മതിക്കില്ല. അല്ല, അതിന്റെ പ്രധാന കാരണം ഇവൻ തന്നെയാ. സുകന്യ മോളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടേച്ച് ഇവനോട് ഒറ്റയ്ക്ക് ഇരിക്കാൻ വിഷമമാണ്. எப்படி இருக்கம்மா? நல்லா இருக்கேன்ப்பா. எதுக்கம்மா அழுகிறே? சந்தோஷமான வாழ்க்கை தானே கிடைச்சிருக்கு. கோவில் மாதிரி குடும்பம், அருமையான உறவு. இப்பத்தான் அப்போட മനസ്സ് സന്തോഷമായിരിക്കുകയാണ്. കമലാവും വിമലാവും എങ്കപ്പാ? താഴെയുണ്ട്. വന്നപാടെ ചർക്കയും നൂലും കാണിക്കാൻ ഹരിയുടെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ എളിമയുടെ പര്യായമായ മഹാമനുഷ്യൻ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതാർക്കാ അറിയാത്തത്? ഗാന്ധിജി. മിടുക്കി, മിടുമിടുക്കി. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയും ഉപ്പു സത്യാഗ്രഹവും ഒക്കെ ഞങ്ങളും പഠിച്ചിട്ടുണ്ട്. ഓ, സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിക്കടപ്പുറത്തേക്ക് അനുയായികളുമായി അദ്ദേഹം എത്ര ദൂരമാ സഞ്ചരിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല, അറിയില്ല. 273 മൈൽ. അന്നതവിടെ നടക്കുന്ന കാലത്ത് പയ്യന്നൂർ കടപ്പുറത്ത് ഉപ്പ് കാച്ചുകയായിരുന്നു ഈ അപ്പുപ്പൻ. അപ്പിടിതാൻ, അപ്പിടിതാൻ. ആ, മോള് വന്നോ? അനിയത്തിമാരെ മിടുക്കികളാണ് കേട്ടോ. ഞാനേ അവർക്ക് ഗാന്ധിജി ഉപ്പുകാച്ച് കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പിന്നെ എന്റെ പയ്യന്നൂർ ചരിത്രവും. അച്ഛന്റെ പയ്യന്നൂർ ചരിത്രമൊന്നും പാഠപുസ്തകത്തിൽ ഉണ്ടാവില്ല. പഠിക്കേണ്ടതല്ലേ കുട്ടികളുടെ പുസ്തകത്തിൽ ഉണ്ടാവും. ഒന്ന് അനങ്ങി നിൽക്കേണ്ട ജാനു, ഇരുട്ട് മുമ്പ് അങ്ങ് എത്തേണ്ടതല്ലേ. മാറ. ആ ഹർഷ, ബസ് കിട്ടാൻ വൈകാണെങ്കിൽ നീ കാക്കണ്ട, അവിടം വരെ കൊണ്ട് വിട്ടേച്ച് വന്നാ മതി. പ്രായമുള്ള പെൺകുട്ടികളെ കൊണ്ടുള്ള യാത്രയല്ലേ. മോനെ ഹർഷ, അമ്മയെ കണ്ട് ഓർമ്മയില്ല എൻ്റെ കുട്ടികൾക്ക്. അമ്മയും അച്ഛനും എല്ലാം ഞാനായിരുന്നു. ഇന്ന് വരെ അവരെ വേദനിപ്പിച്ച് ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും എൻ്റെ കുട്ടിയെ കണ്ണു നിറയരുത്. അത് മാത്രമേ മോനോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളൂ. അയ്യരേ, കൃഷ്ണപ്രിയയും ഹരിപ്രിയയും ഞങ്ങൾക്ക് എങ്ങനെയാ അതുപോലെ തന്നെയാ സുകന്യയും. അയ്യര് സന്തോഷമായിട്ട് പോയി വരൂ. വരട്ടെ മോളെ. വാമ.
ഹലോ, സർ, ഇത് ഞാനാണ്. ഞാനെന്ന് പറഞ്ഞ സുകന്യ. സുകന്യ. നിന്റെ കാര്യം ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. എന്താ കുട്ടി? സർ, എന്താ പറയൂ. എനിക്ക് സാറിനെ ഒന്ന് കാണണം. അതിനെന്താ, കാണാലോ. ഞാനും കുട്ടിയെ ഒന്ന് കാണാതിരിക്കായിരുന്നു. എന്നാ വൈകണ്ട, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഞാൻ ഹർഷനെ വിളിച്ച് പറയാം. പിന്നെ ഇവിടെ വേണ്ട, നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ സൂര്യഗിരിയില്ലേ, അവിടെ തന്നെ ആയിക്കോട്ടെ. എന്താ? മിസ്റ്റർ ഋഷികേശ് സർ, തലയ്ക്ക് പിടിച്ച രാഷ്ട്രീയ തിരക്കിനിടയിൽ അല്പസ്വല്പ സ്വകാര്യതകളൊക്കെ ഉണ്ടാവും. തന്നെ പോലെ ഞാനും ഒരു അവിവാഹിതനാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ എന്നെ ഒരു സുഹൃത്തായി മാത്രം കണ്ടാൽ മതി. അത്രേ ഉള്ളൂ സർ. ചാർജ് എടുക്കുമ്പോൾ തന്നെ സാറിനോട് ഞാൻ പറഞ്ഞത് ഓർക്കണില്ലേ, ആ DGPയുടെ വലിയ കസേര. അവരിങ്ങോട്ട് വരുമ്പോൾ ഒരു റോയൽ റിസപ്ഷൻ തന്നെ കൊടുത്തേക്ക്. ഓ, IPS കാവലിലുള്ള ചുറ്റിക്കളിയല്ലേ, പകിട്ട് കുറയ്ക്കണ്ട സാർ. എൻ്റെ അമ്മയുടെ വാ ചെല്ല. എടോ, ഇത് താൻ കരുതുന്ന പോലുള്ള പാർട്ടിയൊന്നും അല്ല, നമ്മുടെ സ്വന്തം ആളാ. അഖിലേന്ത്യാ സെക്രട്ടറി പദവി കിട്ടിയത് പിന്നെ മനസ്സിന്റെ ടെൻഷൻ ഒന്ന് മാറിക്കിട്ടിയത് നിന്നെ കണ്ടത് പിന്നെ. എന്താ, എന്തിനാ നീ കരയുന്നത്? പറയേ, എന്താ നിനക്ക്? അഗ്രഹാരത്തിൽ ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടിയാ ഞാൻ. മറ്റൊരു പുരുഷൻ കെട്ടിയ താലിയും കഴുത്തിലണിഞ്ഞ് ഞാനിങ്ങനെ. ഇത് പാവമല്ലേ? എന്തു പാവം? ഭർത്താവ് അറിയാവുന്നല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കണം. പത്രത്തിൽ എന്നെ കുറിച്ച് എഴുതിയതൊക്കെ തെറ്റാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല. ആരോ മനഃപൂർവ്വം ഒരു പുരുഷന്റെ മുന്നിൽ ഞാൻ കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായി അങ്ങയുടെ മുന്നിലാണ്. ഇനി മറ്റൊരാൾ എന്റെ ജീവിതത്തിൽ എനിക്കതിന് കഴിയില്ല. അതിനെക്കുറിച്ച് മോള് വിഷമിക്കണ്ട, അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എന്നാലും ഈ താലി കഴുത്തിലണിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് അവകാശമില്ലേ? ഇതാണ് തടസ്സമെങ്കിൽ ഇതിനി വേണ്ട. അവിവേകാണെങ്കിൽ പൊറുക്കണം. ഈ താലി എന്റെ കഴുത്തിലൊന്ന് കെട്ടു.
ഇനി ഈ താലിയിലെ സുരക്ഷിതത്വമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ കെട്ടിയേക്കാം. കേരളത്തിലെ 3 കോടി ജനങ്ങളുടെ ഭാവി മുഖ്യമന്ത്രിയുടെ വിവാഹമാ ഈ മുറിക്കുള്ളിൽ നടന്നത്. അതുകൊണ്ട് നമുക്കിടയിൽ ഇത് രഹസ്യമായി തന്നെ ഇരുന്നാൽ മതി. കേട്ടോ മോളെ?